ഒമാനിൽ താപനില കുറയുന്നു. തീരപ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും രാത്രി തണുത്ത കാലാവസ്ഥയിലേക്ക് മാറിയതോടെ ആളുകൾ പുറത്തിറങ്ങി തുടങ്ങി. ഇതോടെ മസ്കത്ത് ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ രാത്രികാല ക്യാമ്പുകൾ സജീവമാകും. താപനിലയിൽ പ്രകടമായ മാറ്റം വന്നതോടെയാണ് ആളുകൾ കൂട്ടത്തോടെ പുറത്തിറങ്ങാൻ തുടങ്ങുകയും ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ സജീവമാകാൻ തുടങ്ങിയത്. ഒമാൻ മെട്രോളജി റിപ്പോർട്ട് അനുസരിച്ച് രാജ്യം വിന്റർ സീസണിലേക്ക് കടന്നിട്ടുണ്ട്. ദാഹ്ലിയയിലെ സൈ കുന്നിൻ മുകളിലാണ് ഏറ്റവും കുറഞ്ഞ താപനിലയായ 12.2 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. ദോഫാറിലെ തുംറൈറ്റിൽ 17.2 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തുന്നുണ്ട്. താപനില കുറഞ്ഞ് തണുപ്പ് ആസന്നമാകുന്നതോടെ മസ്കത്ത് ഉൾപ്പെടെ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ ക്യാമ്പിങ്ങുകൾ സജീവമാകും. ക്യാമ്പിങ്ങിന് വളരെ സുരക്ഷിതമായ രാജ്യമാണ് ഒമാൻ. സാധാരണയായി ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് അനുയോജ്യമായ സമയം. റാസൽ ഹദ്, തെക്ക് സലാല, ദോഫാറിലെ അൽ മുക്സൈൽ അല്ലെങ്കിൽ മസീറ ദ്വീപ് എന്നിവയെല്ലാം ക്യാമ്പിംഗ് പ്രേമികളുടെ ഇഷ്ട ഇടങ്ങളാണ്. മസ്കത്ത് ഗവർണറേറ്റിൽ ക്യാമ്പ് ഒരുക്കുന്നതിന് മസ്കത്ത് മുനിസിപ്പാലിറ്റി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതേസമയം ശീതകാലം ആസ്വദിക്കാനായി സുൽത്താനിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് തുടരുകയാണ്. ഉസ്ബാക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കന്റിൽ നിന്ന് നേരിട്ടുള്ള ആദ്യ വിമാനം സലാല എയർപോർട്ടിലെത്തി. വർഷം മുഴുവനും ആഗോള വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ഒമാനെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നേരിട്ടുള്ള വിമാന സർവീസ്. മീഡിയ 1 മസ്കത്ത്.